എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത്? അള്ളാഹ്ക്ക് ഇപ്പൊ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ ഇഷ്ടത്തിന്റെ അടയാളാണോ ഒരാളുടെ ബിസിനസ്സിൽ ബർക്കത്ത്? അല്ല അല്ല അല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ഫിറൗൻ പണക്കാരനായത്, കാറൂൻ പണക്കാരനായത്, എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത്? അള്ളാഹിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡമൊന്നും അല്ല സമ്പത്ത്. ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും. പാവപ്പെട്ട നബിമാരില്ലേ? ഉണ്ട്. തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരില്ലേ? ഉണ്ട്. പണക്കാരായ നബിമാരില്ലേ? ഉണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാമില്ലേ? കോടീശ്വരന്മാരായ സ്വഹാബത്തില്ലേ? ഉണ്ട്. ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ ജീവിച്ച സ്വഹാബത്തില്ലേ? ഉണ്ട്. അപ്പൊ പണം അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല. പിന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചത്? പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിതവും എന്ന് നോക്കാനാണ്. അതിനാ അള്ളാഹു സംവിധാനിച്ചത്. സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മൊഴിജിതത്ത് കൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിച്ചു. ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്ത് ഓഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ? ഇല്ല. അപ്പൊ മനസ്സിലായി നമ്മളെല്ലാം പോയി. ഇത്രയേ ഉള്ളൂ. ഉപ്പ 25 കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ്. നമ്മളെല്ലാം ഉപ്പാന്റെ ഊരിയെടുത്തു.